അശ്വതിനാൾ തമ്പുരാട്ടിയുടെ ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീചിത്ര സാഗ എന്നുള്ള പുസ്തകം ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തമ്പുരാട്ടി ആദ്യം തന്നെ അത് ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഇതുവരെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ പബ്ലിക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ തിരുനാൾ മഹാരാജാവിനെതിരെ 3 വട്ടം നടന്ന വധശ്രമങ്ങൾ, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ 3ാമത്തെ വധശ്രമം നടന്നത് അദ്ദേഹം അധികാരമേൽക്കാനായി പോകുന്ന സമയത്താണ്. അതുൾപ്പെടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാകട്ടെ, പുന്നപ്ര വയലാർ സംഭവത്തെക്കുറിച്ചാകട്ടെ, ഈ സംഭവങ്ങളുടെയൊക്കെ സമയത്ത് ശ്രീ തിരുനാൾ മഹാരാജാവിൻ്റെയും അല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങളുടെയും അവരുടെയൊക്കെ ഒരു എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു മനസ്ഥിതി എന്നും ഒക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഒരു ചോദ്യം ഉയർന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിലും അധകൃതർ എന്ന് മുദ്ര കുത്തപ്പെട്ടവരെ കയറാൻ മഹാരാജാവ് അനുവദിച്ചു. എന്നാൽ കൊട്ടാരത്തിൽ പ്രവേശിപ്പിക്കുമോ എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ മഹാരാജാവും മഹാറാണിയും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് കൊട്ടാരത്തിൽ വെച്ച് തന്നെ അവർ ആ വിഭാഗത്തിൽപ്പെട്ടവർ അധകൃതർ എന്ന് മുദ്ര കുത്തപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ടവരെ ക്ഷണിച്ച് അവർക്കൊപ്പം മഹാരാജാവ് ഭക്ഷണം കഴിച്ചു. പന്തി ഭോജനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പന്തി ഭോജനം ചെയ്തു. അപ്പോൾ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്ത വിപ്ലവം കൊട്ടാരത്തിൽ ചെയ്യുമോ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണത് സംഭവിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം നവരാത്രി മണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നവരാത്രി മണ്ഡപത്തിൽ അന്ന് നന്നേ ചെറുപ്പമായിരുന്ന ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ, സംഗീത വിദ്വാൻ ആയിട്ടുള്ള ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവനെ ക്ഷണിച്ചു. അന്ന് നന്നേ ചെറുപ്പമാണ്, അദ്ദേഹം ദളിത വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം കച്ചേരി അവതരിപ്പിക്കുന്ന ദിവസം ഈ പബ്ലിക്, അത് പൊതുജനങ്ങൾ ഒക്കെ വലിയ തോതിൽ അത് ബഹിഷ്കരിച്ചു. കാരണം ഈ വിഭാഗത്തിൽ നിന്നൊരാളെ മഹാറാണി മുൻകൈയെടുത്ത്, അമ്മ മഹാറാണി സേതുപാർവതി ഭായ് മുൻകൈയെടുത്ത് ഈ നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി അവതരിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധത്തിലാണ് ഈ പൊതുജനങ്ങളെ വലിയൊരു വിഭാഗം ബഹിഷ്കരിച്ചത്. അപ്പോൾ അന്ന് രാജകുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കച്ചേരി കേൾക്കാനായിട്ട്, പിന്നെ ഉന്നതരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും. അപ്പോൾ അടുത്ത വർഷവും മഹാറാണി നിശ്ചയിച്ചു എന്തായാലും ഈ കുട്ടിയെ കൊണ്ട് തന്നെ നടത്തിക്കണം കച്ചേരി. ഈ കച്ചേരി ഒരു ദിവസം ഈ കുട്ടിയെ കൊണ്ട് തന്നെ നവരാത്രി മണ്ഡപത്തിൽ നടത്തിക്കണം എന്ന്. അങ്ങനെ അടുത്ത വർഷവും ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവനെ മഹാറാണി ക്ഷണിച്ചു ഇവിടെ കച്ചേരി നടത്താനായിട്ട് നവരാത്രി മണ്ഡപത്തിൽ. പക്ഷെ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം ശ്രീ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്ക് നൽകി. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇവിടെ കച്ചേരി അവതരിപ്പിച്ചപ്പോൾ മണ്ഡപം ഒഴിഞ്ഞു കിടന്നു, സദസ്സില്ല. അപ്പോൾ ഈ വർഷം അതുണ്ടാവരുതെന്നുള്ള കല്ലേ പിളർക്കുന്ന കൽപ്പന മഹാറാണി ചെമ്മാങ്കുടിക്ക് നൽകുകയും തൽഫലമായി ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും തന്നെ നവരാത്രി മണ്ഡപത്തിൽ വന്നിരിക്കുകയും അങ്ങനെ സദസ്സ് വളരെ ജനസാന്ദ്രമാവുകയും ചെയ്തു. അങ്ങനെ വളരെ ചെറുപ്പമായിട്ടുള്ള നെയ്യാറ്റിങ്കര വാസുദേവൻ, ദളിത വിഭാഗത്തിൽപ്പെടുന്ന നെയ്യാറ്റിങ്കര വാസുദേവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മഹാറാണിയുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതും ഈ പുസ്തകത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണാം. മാത്രമല്ല ശ്രീ തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മ, അതായത് മൂലം തിരുനാൾ സേതുപാർവതി ഭായ് മഹാറാണിയുടെ എവല്യൂഷൻ, അതും ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു സാധാരണ പെൺകുട്ടിയായി വളർന്നു വന്ന് പിന്നെ രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട് ഒരു ഉരുക്ക് വനിതയായി മാറിയ മഹാറാണിയുടെ കഥ. അതായത് ശത്രുക്കൾ നിരന്തരം വേട്ടയാടിയാണ് മഹാറാണി
ഉരുക്കു വനിതയാവാൻ നിർബന്ധിതയായത്. സ്വയം ഉരുക്കു വനിതയായതല്ല, ഉരുക്കു വനിതയാവാൻ നിർബന്ധിതമായതാണ് ഈ ശത്രുക്കളുടെ, എതിരാളികളുടെയൊക്കെ വേട്ടയാടലുകൾ മൂലം. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ശരണം തൃപാദമേ ഗതി എന്നും ജപിക്കുന്ന ഒരു ശ്ലോകത്തിൻ്റെ ഒരു വരി. ശ്രീ പത്മനാഭ മമദേഹി കരാവലംബം, അവിടുത്തെ കരം തൃക്കൈ എനിക്ക് അവലംബമായിരിക്കണമെന്ന്. അത് തന്നെയായിരുന്നു ഇപ്രാവശ്യം എൻ്റെ അനുഭവവും. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹവും പ്രകാരം ഞാൻ എഴുതിയ 13ാമത്തെ പുസ്തകമാണ് ഹിസ്റ്ററി ലിബറേറ്റഡ്, ശ്രീ ചിത്ര സാഗ. അതിൻ്റെ മുഖ്യമായ വ്യക്തിപ്രഭാവങ്ങൾ ചിത്തിര തിരുനാൾ, മഹാരാജാവ് തിരുമനസ്, ഞങ്ങളുടെയൊക്കെ പൊന്നമ്മ, അവിടുത്തെ അമ്മ, ഞങ്ങളുടെ അമ്മൂമ്മ മഹാറാണി സേതു പാർവതിബായി. കൂടുതലും അവരെ ഫോക്കസ് ചെയ്താണ് എഴുതിയിട്ടുള്ളത്. കൂടുതൽ പുസ്തകത്തിനെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള വീഡിയോ ഉണ്ട് സംസാരിക്കാനായിട്ട്. ഞാനിത്ര മാത്രമേ പറയുന്നുള്ളൂ. കാറും കോളും ഇരുട്ടും അന്ധകാരവും കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചേ പറ്റൂ. അങ്ങനെ ജീവിതത്തിൽ ഒരു സൂര്യോദയം കൂടെ കാണാനായിട്ട് പത്മനാഭസ്വാമിയും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച ആളുകൾ അനവധി ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നാലും എടുത്തു പറയേണ്ട ദേവു, ഉമാമഹേശ്വരി, നളിൻ പ്രൊഫസർ നളിൻ ഗണേശൻ, രാധാ നായർ, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ, ഞങ്ങളുടെ പബ്ലിഷർ KPR നായർ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ജിസ, ഇവരൊക്കെ എടുത്ത് ഓർമ്മിക്കാതെ നിവർത്തിയില്ല. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം ഇങ്ങനെ വരുമായിരുന്നു എന്ന് സംശയം. പത്മനാഭസ്വാമിയിലൊക്കെ സംതൃപ്തിയോടെ, സമാധാനത്തോടുകൂടി, സന്മനസ്സോടെ, സന്തോഷത്തോടെ, അകമഴിഞ്ഞ നമസ്കാരത്തോടെ നന്ദി പറയുമ്പോൾ ഇവരോട് എല്ലാവർക്കും കൂടെ ഞാൻ ഇവരെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെയും കൂടെ നിന്ന് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. എത്രയോ ആളുകൾ ഈ പുസ്തകം പ്രോത്സാഹിപ്പിക്കുകയും വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്, അസംഖ്യം ആളുകൾ. അവരോടുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പത്മനാഭസ്വാമിക്ക് അനന്തകോടി നമസ്കാരം. തിരുവിതാംകൂർ രാജകുടുംബാംഗവും പ്രശസ്ത ഗ്രന്ഥകാരിയുമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ ലേറ്റസ്റ്റ് വർക്ക് ഹിസ്റ്ററി ലിബറേറ്റഡ് ഇന്ന് ശ്രീപത്മനാഭന് സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അമ്മ മഹാറാണി സേതു പാർവതിബായി, ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവുമാണ്. ഗ്രന്ഥകാരി ജനിച്ചത് മുതൽ ഈ രണ്ട് കഥാപാത്രങ്ങളോടൊപ്പമാണ് വളർന്നതും ജീവിച്ചത്. അതുകൊണ്ട് ഈ കൊട്ടാരക്കെട്ടിനകത്തുള്ള ചരിത്ര സത്യങ്ങൾ മറ്റാരേക്കാളും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഗ്രന്ഥകാരിക്കാണ്. അതുകൊണ്ട് ആധികാരികത വളരെ കൂടും. പിന്നെ എല്ലാ
സ്റ്റേറ്റ്മെൻറ്റ്സിനും എല്ലാ വെളിപ്പെടുത്തലുകൾക്കും അതിൻ്റേതായ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ചതും അതേസമയം വ്യത്യസ്തമായ ഒരു ഗ്രന്ഥമാണ് തമ്പുരാട്ടിയുടെ തൂലികയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച ചില ഘടകങ്ങളുണ്ട്. ഒരുപാടെണ്ണമുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ പറയാം. ഒന്ന്, ഏറ്റവും കരുത്തുള്ള ധൈര്യശാലിയായ അമ്മ മഹാറാണി സേതു പാർവതിബായിയുടെ കഥാപാത്രമാണ്. പലപ്പോഴും അമ്പരപ്പെട്ടു പോകും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും കഴിവുള്ള ഒരു വനിത നമുക്കിവിടെ ഉണ്ടായിരുന്നോ? അത്രയും അത്ഭുതപ്പെടുത്തലോടെയാണ് അല്ലെങ്കിൽ അത്ഭുതത്തോടെയാണ് പലരും പറഞ്ഞതായിട്ട് ഞാൻ പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട്. ശരിയാണ്, ഈ പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വളരെ കരുത്തും വളരെ ധൈര്യമുള്ള ഒരു വനിത. അതേസമയം അതെല്ലാം പ്രകടമാക്കേണ്ട സന്ദർഭങ്ങളിൽ അവർ പ്രകടമാക്കിയിട്ടുമുണ്ട്. അങ്ങനെ അവർ ചെയ്തിരുന്നില്ലെങ്കിൽ ചിത്തിര തിരുനാൾ എന്നൊരു മഹാരാജാവ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹത്തിന് അധികാരവും കിട്ടില്ലായിരുന്നു. അപ്പോൾ അത്തരം ധാരാളം സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിൽ ഒരുപാടുണ്ട്. അനവധിയുണ്ട്. പിന്നെയുള്ളത് അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹം, ആ ബന്ധം വളരെ സ്ട്രോങ് ആണ്. എല്ലാ അമ്മയ്ക്കും അവരുടെ മക്കൾ വലുതാണ്, ഇല്ലെന്ന് പറയുന്നേ ഇല്ല. എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വേറൊരു തലത്തിലാണ് അത് കാണുന്നത്. അത് നമ്മൾ ഓരോ പേജ് മറിക്കുമ്പോഴും അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞ് അറിയേണ്ടതല്ല, വായനക്കാരെ വായിച്ച് അത് ഉൾക്കൊള്ളേണ്ടതാണ്. ഇതൊക്കെ ഈ ഓരോ പേജ് മറിച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രശസ്ത തമിഴ് കവി പാവനാശം ശിവൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാപ്പി രാഗത്തിലൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ അദ്ദേഹം കവി യശോദയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അങ്ങ് എന്ത് തപസ്സാണ് ചെയ്തത്? സർവ്വവ്യാപിയായ ഈശ്വരൻ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ എനിക്കെപ്പോഴും ചിത്രത്തിനാളിലെയും അമ്മയെയും കുറിച്ച് പറയുമ്പോൾ ആ പേജസ് വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. പിന്നെ എനിക്ക് പറയാനുള്ളത് തമ്പുരാട്ടിയുടെ സരസ്വതിയുടെ കടാക്ഷം തന്നെയാണ്. ശക്തമായ ഭാഷയും ആഖ്യാന ശൈലിയും എല്ലാം തന്നെ വളരെ വളരെ ഗംഭീരമായിരിക്കും. ഇന്ന് ശ്രീ പത്മനാഭൻ തമ്പുരാട്ടി ഉത്സവ സമയത്ത് ഈ പുസ്തകം സമർപ്പിക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ശ്രീ പത്മനാഭൻ്റെ എന്തായാലും ഈ തൃപ്പടിദാനത്തിൽ ശ്രീ പത്മനാഭൻ എന്തായാലും തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതങ്ങനെയാണ്, അങ്ങനെ വരും, അത് വേറെ ആവാൻ തരമില്ല. അപ്പോൾ എന്തായാലും ഈ പുസ്തകം നന്നായിട്ട് വരട്ടെ, എല്ലാ കരങ്ങളിലും എത്തട്ടെ. പിന്നെ ഇതുവരെയുള്ള അഭ്യൂഹങ്ങൾക്കും പ്രചാരണങ്ങൾക്കും കുപ്രചാരണങ്ങൾക്കും എല്ലാം ഒരു വിരാമം ഇടാൻ ഈ പുസ്തകം സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്രയ്ക്കും ശക്തമായിട്ടാണ് ഡോക്യുമെൻസും ഉള്ളത്, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. തമ്പുരാട്ടിക്ക് എല്ലാ ആശംസകളും. നമസ്കാരം, ഞാൻ ദേവിക. തമ്പുരാട്ടി എന്നെ ദേവു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരിനോട് എനിക്ക് വളരെ 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 ഒരു പ്രത്യേകതയുണ്ട്. പൊതുവേ ഞാൻ അറിയപ്പെടുന്നത് അതുകൊണ്ട് ദേവു എന്ന് തന്നെയാണ്. എനിക്ക് വളരെ വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു ദിവസമാണെന്ന്. കാര്യം അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഏറെ നാളത്തെ ഒരാഗ്രഹവും ഏറെ നാളത്തെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടും ഒരു പുസ്തകം ഇന്ന് പൊന്നുഭഗവാൻ ശ്രീ പത്മനാഭ സ്വാമിയുടെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് അതിന് തമ്പുരാട്ടിക്ക് അത് സാധിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ എന്നാണ്. പൊന്നുതമ്പുരാൻ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ മഹാറാണി സേതു പാർവതിബായിയെക്കുറിച്ചും ഉള്ള ഒരു പുസ്തകമാണ്. അവരുടെ ജീവിത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. തമ്പുരാട്ടി എപ്പോഴും പറയും, പൊന്നു ഭഗവാൻ എൻ്റെ കൈപിടിച്ച് എഴുതണേ, എഴുതിക്കണേ എന്നെ എന്ന് പറയുമ്പോൾ തന്നെയാണ് അതിനൊരു മഹാഭാഗ്യം ആ പുസ്തകത്തിൽ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത്. തമ്പുരാട്ടിയെ പൊന്നു ഭഗവാൻ എങ്ങനെ കൈപിടിച്ച് എഴുതിയോ അല്ലെങ്കിൽ എഴുതിച്ചോ അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാകാൻ എന്നെയും ഭഗവാൻ കൈപിടിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അവിശ്വസനീയമായ ഒരു കാര്യമാണ് അശ്വതിരുനാൾ തമ്പുരാട്ടിയോടൊപ്പം അത് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും
അതുപോലെ നളിൻ സാറ്, ഉമാമഹേശ്വരി മാം, അതുപോലുള്ള ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ലെജൻസാണ്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു ആൾക്കാരോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ആ പുസ്തകത്തിൻ്റെ കവർ പേജിൽ വന്നിരിക്കുന്ന കോഞ്ച് സിമ്പൽ, ശംഖുമുദ്ര, അത് ഞാനത് ഫോട്ടോഗ്രാഫി എടുത്ത് അയച്ചു കൊടുത്തത്. അതെന്തോ ഒരു നിമിത്തം പോലെ, തമ്പുരാട്ടി തന്നെ പറഞ്ഞത്, അത് ദൈവം എന്തോ ഒരു നിമിത്തം പോലെ അത് വന്നു എന്നുള്ളത്. കാര്യം ആദ്യം അതിനൊരു ഡ്രോയിങ് പോലൊരു പിക്ചറായിരുന്നു ആദ്യം. അപ്പോൾ തമ്പുരാട്ടി പറഞ്ഞ അങ്ങനെ ഒരു ഗ്യാപ്പ് എനിക്ക് വരണമെന്നില്ല, ശരിക്കും ഒരു ശംഖുമുദ്ര ഒരു 3D ഇമേജ് പോലെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ കാറിൽ ശംഖുമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശംഖുമുദ്രയിൽ ക്ലിക്ക് ചെയ്താണ് ഞാൻ എടുത്തത്. പൂരിട്ടാ തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ കാറിൽ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് എടുത്തതാണ്. അത് അങ്ങനെ ഒരു കവർ പേജായിട്ട് അത് വന്നതും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമെന്ന്. അപ്പോൾ അത് ഡിസൈനർ കണ്ടപ്പോൾ ഡിസൈനർക്ക് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് അവരുടെ ഒറിജിനൽ ശംഖുമുദ്ര തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ യൂസ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ആ പിക്ചർ സെലക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതും പൊന്നു ഭഗവാന്റെ അനുഗ്രഹം എന്നേ എനിക്ക് പറയാനുള്ളൂ. അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എപ്പോഴും അവിടുന്ന് പറയുന്ന പോലെ പൊന്നു ഭഗവാൻ ശ്രീ പത്മനാഭ സ്വാമിയുടെ ബ്ലെസ്സിങ്സ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും നമ്മളോട് എല്ലാവരോടും കൂടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യം. അതുപോലെ അവിടത്തേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ആ പുസ്തകം എല്ലാവരും വാങ്ങണം, എല്ലാവരും വായിക്കണം, എല്ലാവരും അറിയണം ആ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത്, ശരിക്കുമുള്ള ചരിത്രം എന്താണെന്നുള്ളത് എല്ലാവരും അറിയണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ആ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പൊന്നു ഭഗവാൻ ശ്രീ പത്മനാഭന് എൻ്റെ കോടി 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 പ്രണാമം.